മലയാളി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഏത്തപ്പഴം വെച്ച് തയ്യാറാക്കിയെടുക്കുന്ന ഒരു ഷേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു 5 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കട്ടിയുള്ള ഡേറ്റ്സ് ആയതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് പാല് ചേർക്കുന്നുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇത്രയും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള ഡേറ്റ്സ് ആ പാലോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് കാഷ്യൂ നട്ട്സോ ബദാമോ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. പാല് ഫ്രീസറിനകത്ത് വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തതാണ്. പാല് ഞാൻ തിളപ്പിച്ച് ചൂട് മാറിയ ശേഷം ഫ്രീസറിനകത്ത് വെച്ചതാണ്. ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാര ചേർക്കുന്നില്ല. മധുരം നോക്കിയിട്ട് പഞ്ചസാര ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഡേറ്റ്സ് ചേർത്തിരിക്കുന്നതുകൊണ്ട് മധുരം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ലാസ്റ്റ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിലേക്ക് കുറച്ച് മധുരം കൂടി വേണം. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാരയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ മേളിലായിട്ട് ഒരല്പം ബൂസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.